ഹലോ. ഓപ്പറേഷൻ സൗരവ്, ഓപ്പറേഷൻ സിന്ദൂർ എന്ന് നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റ്. അത് എന്തിനാണെന്നും അത് എന്തിനു വേണ്ടിയാണെന്നും നിങ്ങൾക്ക് ഏവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. എന്നാൽ നമ്മൾ ഇന്ന് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചല്ല സംസാരിക്കാൻ വന്നിരിക്കുന്നത്. ഓപ്പറേഷൻ സൗരവിനെ കുറിച്ച്, UK-യിൽ കുറച്ച് മലയാളികൾ ചേർന്ന് നടത്തിയ ഒരു ഓപ്പറേഷനെ കുറിച്ചാണ് നിങ്ങൾ മുന്നിൽ വിവരിക്കാനായിട്ട് വരുന്നത്. തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. UK-യിൽ കാണാതാവുന്ന ഓരോ മലയാളികൾക്കും ഓരോ കഥകളുണ്ട്. അതേപോലെ തന്നെ കാണാതായ സൗരവിനെ കുറിച്ചുള്ള ചെറിയ ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് തരാനായിട്ടുള്ളത്. സോ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എൻ്റർടൈനിങ് ആയിട്ടുള്ള കൊച്ചു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യാൻ സ്വാഗതം. സോ ഗൈസ്, നിങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഫോളോ ചെയ്യുന്നവർക്ക് ഒരു പക്ഷേ ആരാണ് സൗരവ്, എന്താണ് സൗരവ്, എന്തായിരുന്നു കാര്യമെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാവും. എന്നാൽ ആദ്യമായിട്ട് യൂട്യൂബിലൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് സൗരവ് എന്താണെന്ന് നമുക്കറിയില്ലായിരിക്കും. യെസ്, ഏകദേശം UK-യിൽ സ്റ്റുഡന്റ് വിസയിൽ പഠിക്കാൻ വന്ന സൗരവ് ഒരു കുറച്ച് സമയത്തിന് ശേഷം അവനെ കാണാനില്ല എന്നുള്ള ഒരു ന്യൂസ് വരികയും നമുക്ക് നമ്മുടെ സുഹൃത്തായിട്ടുള്ള ജെയ്സൺ കല്ലട, പുള്ളിയാണ് നമുക്ക് ആദ്യം ഈ ന്യൂസ്, ഇല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ട്, അത് ആളുകളിലേക്ക് എത്തിക്കണം, അവനെ കണ്ടെത്തണമെന്ന് നമ്മളെടുത്ത് അപ്രോച്ച് ചെയ്ത് വരികയുണ്ടായത്. തീർച്ചയായിട്ടും ആദ്യമൊക്കെ നമ്മൾ ആ വീഡിയോ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു പെർമിഷൻ ഇല്ലാതെ ഒരാളുടെ ഫോട്ടോ നമുക്ക് എന്താ പറയുക ലീക്ക് ഇല്ലെങ്കിൽ പുറത്ത് കാണിക്കാനായിട്ട്, പബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ആ സാഹചര്യത്തിൽ നമ്മൾ ആദ്യം ഒന്ന് വെയിറ്റ് ചെയ്തു, കൺസെന്റ് ഒക്കെ കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട്. സോ കൺസെന്റ് കിട്ടിയ ശേഷം നമ്മൾ ആ വാർത്ത ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തു. ഞാൻ മാത്രമല്ല, എൻ്റെ സുഹൃത്തായിട്ടുള്ള അനീഷ് എബ്രഹാം, നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അനീഷേട്ടനും അതേപോലെ ഞാനും, അതുപോലെ തന്നെ വേറെയും കുറെ നമ്മുടെ റോയ് ചേട്ടൻ പോലുള്ള ആളുകളൊക്കെ ഒരുപാട് സോഷ്യൽ ഇഷ്യൂസിൽ നിരന്തരമായിട്ട് ഇവിടെ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. പല രീതിയിൽ, പല തരത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം. സോ നമുക്ക് അനീഷേട്ടൻ നമ്മുടെ അടുത്ത് ഈ ഒരു കാര്യം ഞാൻ അനീഷേട്ടനും ഡിസ്കസ് ചെയ്തു. അതിനുശേഷം ആദ്യം വീഡിയോ റിലീസ് ചെയ്തു. എന്നാൽ ആദ്യം വീഡിയോ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴോ കാര്യങ്ങളൊന്നും വലിയ അനക്കങ്ങൾ ഉണ്ടായില്ല. നമ്മൾ ആ വീഡിയോക്കകത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണമെന്നുള്ളത്. എന്നാൽ അത് സ്വാഭാവികമായിട്ട് ആളുകൾ കണ്ടു. കുറച്ച് ചെറിയ ചെറിയ അപ്ഡേറ്റുകൾ മാത്രമാണ് ഈസ്റ്റ് 11 ഉണ്ടെന്നുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളെല്ലാം ലഭിച്ചു. ഓക്കെ, അപ്പോൾ അതിനെ തുടർന്നിട്ട് നമുക്ക് ഈസ്റ്റ് കേന്ദ്രീകരിക്കാം എന്ന് വിചാരിച്ചു. പിന്നെ ഒരാഴ്ച ഗ്യാപ്പുകൾ വന്ന ശേഷം വീണ്ടും സൗരവിന്റെ അമ്മയുടെ സൈഡിൽ നിന്നുള്ള നല്ല രീതിക്കുള്ള ഒരു പ്രഷറല്ല, ആക്ച്വലി വളരെ വിഷമത്തോടു കൂടി നമ്മളെടുത്ത് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് തട്ടിക്കളയാനായിട്ട് സാധിക്കില്ല. ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മളെല്ലാവരും മലയാളികളാണ് എന്നുള്ള ചിന്ത എനിക്കും അനീഷേട്ടനും ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പല ഇഷ്യൂസിൽ ഞങ്ങൾ നിരന്തരമായിട്ട് ഇടപെടുന്നുണ്ട്. അതെല്ലാം അതേപോലെ ഒന്ന് വീഡിയോ ചെയ്ത് വിളിച്ച് പറയുന്നൊരു സാഹചര്യങ്ങളില്ല. പലതും നമ്മളത് വിളിച്ച് പറയാറില്ല എന്നുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈ ഒരു കാര്യം ഞങ്ങൾ തീർച്ചയായിട്ടും കുറച്ചും കൂടി ആക്റ്റീവായിട്ട്, അനീഷേട്ടൻ അതിൻ്റെ ഇടയിൽ നിരന്തരമായിട്ട് പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് ഇൻസ്റ്റഗ്രാമിൽ വരികയും ഒരു ഫോട്ടോ നമുക്ക് ഷെയർ ചെയ്യപ്പെടുകയും അതിന് തുടർന്ന് ഞാൻ അനീഷേട്ടൻ ഷെയർ ചെയ്യും, അത് വീണ്ടും പോസ്റ്റ് ചെയ്ത് അതിനൊപ്പം തന്നെ നമ്മൾ വീണ്ടും ഒരു വീഡിയോ റിക്വസ്റ്റുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈസ്റ്റാമിൽ നിന്ന് നമുക്ക് വിവരങ്ങളും കാര്യങ്ങളെല്ലാം ലഭിച്ചു തുടങ്ങി. എനിക്കും അതുപോലെ തന്നെ അനീഷേട്ടനും പല രീതിയിലുള്ള ഇൻഫർമേഷൻസ് കിട്ടി തുടങ്ങി. അവിടെയാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത, ഇല്ലെങ്കിൽ നമുക്കറിയാം ഇവിടെ ഒരുപാട് സംഘടനകളുണ്ട് മലയാളികൾ, ഇല്ലെങ്കിൽ അസോസിയേഷൻസും കാര്യങ്ങളെല്ലാം ഒരുപാട് സംഘടനകളുണ്ട്. എന്നാൽ ഈസ്റ്റാം ബേസ് ചെയ്തിട്ടുള്ള ചില സംഘടനകൾ നമ്മളെ അപ്രോച്ച് ചെയ്യും, അനീഷേട്ടനെ അപ്രോച്ച് ചെയ്യും. അതേപോലെ തന്നെ ഈ ഒരു കാര്യത്തിൽ അവരുടെ സമയമോ അവരുടെ ജോലിയോ ഒന്നും വകവയ്ക്കാതെ ആ ഒരു പയ്യന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ മലയാളികൾ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒറ്റക്കെട്ടായി കഴിഞ്ഞാൽ എന്തും തന്നെ സാധിച്ചെടുക്കും എന്നുള്ളതിനൊരു ഉത്തമ ഉദാഹരണമാണ്. നമ്മൾ മണിക്കൂറുകൾക്കകം തന്നെ സൗരവിനെ കണ്ടെത്തുകയും പലരുടെ ഇൻഫർമേഷൻസ് തുടർന്നാണ് സൗരവിനെ നമ്മൾ കണ്ടെത്തിയത്. അതുപോലെ തന്നെ കൈരളി UK, അതുപോലെ തന്നെ MK UK, അനന്തപുരം റെസ്റ്റോറൻറ്റിൻ്റെ പ്രേമൻ ചേട്ടൻ, അതല്ലാതെ തന്നെ മറ്റ് ഒരുപാട് ആൾക്കാരുണ്ട്, പേരെടുത്ത് പറയേണ്ട ആൾക്കാരുണ്ട്. വിശാൽ, അതുപോലെ ബാദുഷാ, ലാൽ, അനസ് സലാം, അതുപോലെ ജിബിൻ ജോസ്, പിന്നെ അതുപോലെ നമ്മുടെ ലൈലജ് രഘുനാഥ്, ഇത്രയും പേര്
കഴിഞ്ഞ ദിവസം നമ്മുടെ സിന്ദൂർ നടക്കുന്ന സമയത്ത് നമ്മുടെ ഓപ്പറേഷൻ സൗരവിനായി ഇറങ്ങിയിരിക്കുകയായിരുന്നു. അതായത് ചില ഇൻഫർമേഷൻസ് അനുസരിച്ച് മോളിൽ വെച്ചിട്ട് നമുക്ക് കുറച്ച് ഫുട്ടേജുകളും പോസ്റ്റുകളും ലഭിച്ചു. നമ്മൾ ഈ ഒരു ഓപ്പറേഷൻ കോർഡിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അനീഷ് എബ്രഹാം വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത ശേഷം ഈ പറഞ്ഞ കൈരളി യുകെയുടെയും KOKയുടെയും പ്രതിനിധികളും എല്ലാവരും ചേർന്ന് വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത ശേഷമായിരുന്നു ഈ ഒരു കാര്യം വളരെ ഫാസ്റ്റ് ആയത്, വളരെ സ്മൂത്തായി പോയത്. കാരണം ഐഡന്റിഫൈ ചെയ്യുകയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ പറഞ്ഞ അംഗങ്ങൾ, ഈ കാണുന്ന അംഗങ്ങൾ അവിടെ എത്തുകയും നമ്മുടെ സുഹൃത്ത് സൗരവിനെ അവിടെ വെച്ച് നമ്മൾ സംസാരിക്കുകയും സൗരവിനെ അവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നിട്ട് നമ്മുടെ ആസ് യൂഷ്വൽ ലീഗൽ നടപടികളും കാര്യങ്ങളൊക്കെ ചേർന്ന് പോലീസ് വരികയും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മുടെ അനന്തപുരം ഹോട്ടലിൽ നിന്ന് ഫുഡും കൊണ്ടുവരികയും അത് കൊടുക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്നലെ കഴിഞ്ഞ ദിവസം വളരെ ഒരു ഞങ്ങളും ഒരു ഓപ്പറേഷനിലായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ അഭിമാനത്തോടുകൂടി തന്നെയാണ് ഈ ഒരു കാര്യം പറയുന്നത്. അത് മാത്രമല്ല, ഇത് ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം വെച്ച് കഴിഞ്ഞാൽ മലയാളികളുടെ യൂണിറ്റി അത് ഒന്നും കൂടി തെളിയിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അനേകം പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഇവിടെ UK പലരും ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായി എല്ലാവരുടെ അടുത്തും ബെഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അറ്റ്ലീസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ഒരുപാട് ആൾക്കാർ അത് ഷെയർ ചെയ്യുകയും അത് ആളുകളിലേക്ക് എത്തിച്ചത് കൊണ്ടാണ് ഇന്ന് ഇവരെല്ലാവരും നമ്മുടെ ആ ഒരു ഓപ്പറേഷനിൽ പാർട്ടായത്. ഓരോർക്കും നമ്മുടെ നന്ദി രേഖപ്പെടുത്തുന്നു എന്നുള്ള കാര്യമാണ്. അത് മാത്രമല്ല, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഞങ്ങൾക്ക് എന്നെ സംബന്ധിച്ചിട്ടും അനീഷേട്ടനെ സംബന്ധിച്ചിട്ടും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഡെയിലി വരുന്നുണ്ട്. ഞങ്ങൾ ഇതിനു മുമ്പും വേറെ ആരും വീഡിയോ ചെയ്തിട്ടില്ല, പക്ഷെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. UK മലയാളികൾ മിസ്സിംഗ് ആവുന്നത് കൂടുന്നു എന്ന് പറഞ്ഞിട്ട് പക്ഷെ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും ആ വീഡിയോ. UK മലയാളികൾ അപ്രത്യക്ഷരാകുന്നു. പക്ഷെ അത് പലരും ഇതേപോലെ തന്നെ മരണമടയുകയുണ്ടായി. പലരെയും പല സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയും കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടത്. അതിന്റെ പുറകിൽ പല നിഗൂഢ പരിപാടികളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മളിവിടെ പറയുന്നില്ല ചില കാര്യങ്ങൾ നമുക്ക് പുറത്ത് പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം അത് ഇല്ലെങ്കിൽ അവരുടെ ഫാമിലിയുടെ സൈഡിൽ നിന്ന് പ്രഷർ ആവാം, ഇല്ലെങ്കിൽ നമുക്ക് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എക്സ്പോസ് ആവുന്ന രീതിക്കാവാം. പലരും വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു. പല സാഹചര്യങ്ങളാണ് ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയപ്പോൾ മനസ്സിലായത്. അപ്പോൾ ചില സാഹചര്യങ്ങളൊന്നും പറയാൻ പറ്റുന്നില്ല. ഓക്കെ, എനിവേ, എന്നാൽ ഇതേപോലെ മാതാപിതാക്കൾ വന്ന്, സുഹൃത്തുക്കൾ വന്ന് തന്റെ ഫ്രണ്ടിനെ കാണാനില്ല, തന്റെ അനിയനെ കാണാനില്ല, ഭർത്താവിനെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ അറ്റ്ലീസ്റ്റ് മുന്നേ ഞങ്ങൾ അതിന് എന്താ പറയുക, ഒരു മനുഷ്യത്വപരമായിട്ട് മുന്നേ തന്നെ ഞങ്ങൾ അതേക്കുറിച്ച് പഠിക്കുകയും അതിനുവേണ്ടി ആവശ്യമായിട്ടുള്ള ഹെൽപ്പുകൾ ചെയ്യാനായിട്ട് ഇറങ്ങുമായിരുന്നു. എന്നാൽ ഇന്ന് ഞങ്ങൾക്കൊരു വലിയൊരു ടീമിനെ തന്നെ ലഭിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ലണ്ടൻ ഏരിയയിൽ, ഈസ്റ്റ് ലണ്ടൻ ഏരിയയിൽ, ഇല്ലെങ്കിൽ ആ ഏരിയയിലൊക്കെ എന്തെങ്കിലും ഒരു കാര്യം വരുവാണെങ്കിൽ ഇവരെ നമുക്ക് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടീം. കൈരളി UK, അതുപോലെ MKUK എന്നുള്ള ടീമുകളും. അതേപോലെ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തൊന്നും പറയാനില്ല. അങ്ങനെ ഓപ്പറേഷൻ സൗരവ് വിജയിച്ചു, നമ്മൾ വിജയിപ്പിച്ചു. സൗരവിനെ നാട്ടിലേക്ക് കയറ്റി വിടാനുള്ള മറ്റ് പരിപാടികൾ നമ്മൾ നോക്കും എന്നുള്ളതൊക്കെയാണ്. ഇതിനകത്ത് സൗരവിനെ കുറിച്ച് പലരും വളരെ വ്യക്തമായിട്ട് കേസ് എന്തെന്ന് പറയാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ആ കേസ് ഇപ്പോൾ ചില കേസുകൾ നമ്മൾ പുറത്ത് പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. സൗരവിന്റെ പോസ്റ്റുകളും ഫോട്ടോസും കാര്യങ്ങളെല്ലാം നമ്മൾ വരുന്ന സമയങ്ങളിൽ തന്നെ പിൻവലിക്കും. അവന്റെ ഫേസ് കാണിച്ചിട്ടുള്ള പോസ്റ്റുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ അതിനകത്ത് പിൻവലിക്കേണ്ടതായിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ലക്ഷ്യമായിരുന്നു സൗരവിനെ കണ്ടു. ഇനി അവന് വേണ്ടിയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഈ കേസുമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തില്ല. നമുക്ക് UK ഒരുപാട് പേര് വരുന്നുണ്ട്. ഓക്കെ, പല സാഹചര്യത്തിലൂടെ പലരും പോകുന്നുണ്ട്, പല സന്ദർഭങ്ങളിലൂടെ പോകുന്നുണ്ട്. അതിനകത്ത് ചിലർക്കെല്ലാം എന്താ പറയുക, ചിലപ്പോൾ അടിതെറ്റാറുണ്ട്, കയ്യിൽ നിന്ന് പോവാറുണ്ട് പല കാര്യങ്ങളും. സോ അങ്ങനെ പല കാര്യങ്ങളും നടക്കാറുണ്ട്. അതുകൊണ്ടൊക്കെ അങ്ങനെയൊക്കെ വിചാരിച്ച് നിങ്ങൾ ഇരിക്കുക. സൗരവിന്റെ കേസ് എന്തായാലും വളരെ സ്മൂത്തായിട്ട് തന്നെ നമുക്ക് കണ്ടെത്താനും കാര്യങ്ങൾ കഴിഞ്ഞു. എനിവേ, ഈ പറഞ്ഞ ഓപ്പറേഷൻ സൗരവിൽ പങ്കെടുത്ത
ഏവർക്കും നന്ദി. ഒരിക്കൽ കൂടി അനീഷ് അബ്രഹാം, ജെയ്സൺ കല്ലട, അതുപോലെ കൈരളി UK, MQ UK, അനന്തപുരം റെസ്റ്റോറൻറ്റിൻ്റെ ഓണർ, ഇവരൊക്കെ എല്ലാവർക്കും ഒരു പ്രത്യേകിച്ച് വലിയൊരു നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ കൂടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വളരെ സന്തോഷം. നന്ദി.